എന്റെ പൊന്ന് പ്രിയ, നീ എനിക്ക് ആദ്യം സംസാരിക്കാൻ അവസരം താ. നീ എപ്പോഴും ഇങ്ങനെ കിടന്ന് വളവളം സംസാരിച്ച് എനിക്ക് അങ്ങനെ അവസരം കിട്ടും? പ്രിയ, ഞാൻ ഒന്നാം ദേശത്തിൽ ആദ്യം പോയി. ആഹാ, നീയും ഈ പട്ടിയും ഒരുപോലെ തന്നെ എപ്പോഴും കഴിക്കാൻ ഇങ്ങനെ വന്നിരിക്കുക. 3 നേരം വിഷ്ണാന്ന് വെട്ടുന്നുണ്ടല്ലേ? എങ്ങനെ കഴിയുന്നതാണ് നിനക്ക് ഇങ്ങനെ ഇരിക്കാൻ? എങ്ങനെ ഇരിക്കാതിരിക്കും? ജമ്മനെ എങ്ങനെ വയ്യാത്തവനായി പോയില്ലേ? ആ പട്ടിയും നീയും സെയിം തന്നെ, ഒന്നും ചെയ്യാതെ എപ്പോഴും ഇങ്ങനെ ഇരിക്കുക. 3 നേരവും വെട്ടി മിഴുങ്ങി. ഇതൊക്കെ പിന്നെ നല്ല പരിഗണന കിട്ടുന്നുണ്ട്, വയ്യാത്തവനെന്നുള്ള പരിഗണന. അത് നീ നല്ല രീതിയിൽ മുതലെടുക്കുകയും ചെയ്യുന്നുണ്ട്. ചേട്ടാ അങ്ങനെയൊന്നും പറയില്ല ചേട്ടാ. ഇരുന്നാ മതിയല്ലേ വയ്യാത്ത ജമ്മ. ചേട്ടാ അങ്ങനെ പറഞ്ഞല്ലേ, ഇവളെ അങ്ങനെ തുറന്നു വിടാ. ഇവളെങ്കിലും സ്വാതന്ത്ര്യമാവട്ടെ. ഈ വീട്ടിൽ കിടന്ന അവള് അധികപ്പെട്ടായിപ്പോ എന്നെ പോലെ. ചേട്ടൻ പറഞ്ഞത് നമ്മൾ രണ്ടുപേരും ഇവിടെ അധികപ്പെട്ടാണ്. എനിക്ക് എവിടെ പോയി രക്ഷപ്പെടാൻ പറ്റത്തില്ല. നീയെങ്കിലും പോയി രക്ഷപ്പെട്. ദേശത്തിൽ എന്തോ എനിക്ക് എന്നെ തന്നെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. ഞാൻ എന്തൊക്കെ പിച്ചും വേഗം പറഞ്ഞു സ്ഥാനതൊക്കെ ക്ഷമിക്കും. പിന്നെ എന്താ പറയാ, കഴിച്ചാത്താൻ ഇവിടെ കിടന്ന പട്ടിയാ. അവളെ ഞാൻ തുറന്നു വിട്ട്. എന്ത് പരിപാടി ഈ ചെറുക്ക്, ഇത് എന്ത് പരിപാടിയാണ് നീ കാണിച്ചത്? എന്റെ ശിവനെ, ഇത് എവിടെ പോയി പട്ടി? ജൂലി, ശിവനെ, ജൂലിയല്ലേ നിക്കുന്ന? ജൂലി വന്ന് കാണാതെ പോയപ്പോ വിഷമിച്ച്. ഞാൻ അവളെ മനഃപൂർവ്വം തുറന്നു വിട്ടത് തന്നെ. നീ എന്താ മോനെ അങ്ങനെ പറഞ്ഞ? നമ്മള് രണ്ടുപേരും ഇവിടെ കിടക്കുന്നത്, 3 നേരവും തിന്നും കുടിച്ചു ഇവിടെ കിടക്കുന്നത്. നമ്മളൊരാൾ അടിച്ചാ അപ്പം നമുക്ക് നോവും, അത് കുറച്ച് കഴിയുമ്പോ അങ്ങ് പോവും ആ വേദന. പക്ഷേ വാക്കുകൊണ്ട് പറയുന്നത് നമുക്ക് പോവത്തില്ലേട്ടാ, അത് മനസ്സിൽ തന്നെ കിടക്കും. ചേട്ടൻ മോന്റെ കാല് പിടിച്ച് മാപ്പ് പറയാം. മോൻ ക്ഷമിക്കോ? അയ്യോ വേണ്ടേട്ടാ, ചേട്ടൻ തെറ്റി മനസ്സിലാക്കി പറഞ്ഞല്ലേ, അത് തന്നെ വലിയ കാര്യം. അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു. പിന്നെ ഞാൻ ദേഷ്യം കൺട്രോൾ ചെയ്യും.